ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയല്ലോ, ക്വിറ്റ് ചെയ്യാൻ പോവാണ്. അത് മനഃപൂർവ്വം ഒരു സീൻ ക്രിയേറ്റ്. ജാസ്മിനെ ഞാനൊരു ഇക്കാക്കാന്ന് വിളിക്കാൻ അവിടെ ലാലേട്ടനും പ്രേക്ഷകർക്കൊക്കെ ഭയങ്കരമായിട്ട് ചിരി വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ. ലാലേട്ടനും അതെ. ഫേവറിസം കാണിക്കാനൊന്നും പറ്റില്ല, ജനങ്ങള് മണ്ടന്മാരൊന്നുമല്ലല്ലോ അല്ലേ. നമ്മൾ രണ്ടാമത് ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്തല്ലോ, ആ സമയത്ത് ജാസ്മിൻ ഒരു വളരെ അറ്റാച്ച്മെന്റ് കാണിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പൊ ജാസ്മിൻ ആയിട്ടുള്ള കോംബോ എങ്ങനെയായിരുന്നു? ജാസ്മിൻ ആയിട്ടുള്ള കോംബോ നല്ല. അതിനു മുമ്പ് യമുന ചേച്ചി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ല കേട്ടോ, നല്ല കോൺടാക്ട് ആണ്. യമുന ചേച്ചിയും ദേവേട്ടനൊക്കെ ആയിട്ട് നല്ല കോൺടാക്ട് ആണ്. യമുന ചേച്ചി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയി, യമുന ചേച്ചി സോറി ചേച്ചി സോറി കേട്ടോ. അപ്പോൾ യമുന ചേച്ചിയൊക്കെ ആയിട്ട് നല്ലതാണ്. അതേപോലെ ജാസ്മിനായിട്ടും അതെ. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഗസ്റ്റായിട്ട് വന്നപ്പോൾ ബിഗ് ബോസ് ടീമിൻ്റെ ആവശ്യമായിരുന്നു ജിൻഡപ്പൻ അവിടുന്ന് എന്നെ കൊണ്ടുവരുന്നുള്ളത്. ബിഗ് ബോസ് ടീമിൻ്റെ ഒരു ഇതായിരുന്നു, പ്ലാനിങ് ആയിരുന്നു. കാരണം ആവശ്യമില്ല, പ്ലാനിങ്. അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ തന്നെ എന്നെ കൊണ്ടുവരണം, അപ്പോഴാണല്ലോ അതിനൊരു പവർ കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആള് അവിടെ ജിൻഡപ്പനാണ്. അപ്പോൾ ആ ജിൻഡപ്പൻ തന്നെ രണ്ടാമത് ഗസ്റ്റായിട്ട് വന്നപ്പോൾ അവൻ എന്നെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് അവിടെ നിന്നിട്ട് പിന്നെ ഇവൻ എന്തെങ്കിലും പറഞ്ഞ അപ്പം എനിക്ക് ചിരി വരും, അത് വലിയ പ്രശ്നം. അവൻ എൻ്റെ അടുത്ത് തൊട്ടിട്ട് സംസാരിക്കണോ എന്ന് പറയുമ്പോൾ ചിരി എനിക്ക് പറ്റുന്നില്ല, ചിരി അടക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് അവിടെ ചിരി വന്ന പോലെ തന്നെ അവിടെ ലാലേട്ടനും പ്രേക്ഷകർക്കൊക്കെ ഭയങ്കരമായിട്ട് ചിരി വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ. ലാലേട്ടനും അതെ. അപ്പൊ എനിക്കിത് ഒന്നും പറയാനും പറ്റില്ല, ഇവൻ സംസാരിക്കണോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവന്റെ ഓരോ സങ്കടങ്ങൾ പറയുമ്പോഴേ പാവ സങ്കടങ്ങൾ പറയാണ്. പക്ഷെ എനിക്ക് എന്ന് വെച്ചാൽ ഞാനാണിത് പറയാൻ എനിക്ക് ഭയങ്കര, പക്ഷെ അത് പറയാൻ പാടില്ല, കാരണം ഒരു സസ്പെൻസ് ഒരു സംഭവമാണ്. അപ്പൊ എന്നിട്ട് അവനെ ഞാനാണെന്ന് അറിയാതെ എന്നെ പിടിച്ചവൾ കൊണ്ടുവന്ന് ഞാൻ മുഖംമൂടി വരിയപ്പോൾ അവൻ കൈവിട്ട് പോയി. അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയിലും. ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആള് ജിൻഡപ്പനാ. ഞാൻ അവിടെ ചെന്നത് അത്രയും ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടുണ്ട്. അവൻ എന്നെ അവിടെ തുടർന്ന് നിർത്തണം എന്ന് ബിഗ് ബോസ് ക്യാമറയിൽ നോക്കിയിട്ട് എത്ര വട്ടം അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും. ഒരുപാട് വട്ടം എല്ലാ ദിവസവും എന്നെ ഗസ്റ്റായിട്ടല്ല, ഗസ്റ്റിൻ്റെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രതീഷ് ചേട്ടൻ എന്തായാലും അവിടെ ഗെയിമറായിട്ട് നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരാഴ്ചക്ക് അത് എനിക്ക് പറയാൻ പറ്റില്ല, അവിടെ എന്നെ ഗെയിമർ ആക്കില്ല അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റ് ആക്കില്ല. ഞാൻ ഒരാഴ്ചക്ക് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ഗസ്റ്റായിട്ടാണ്. ഞാനത് പറയാൻ പോയിണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ ഞാൻ വിചാരിച്ച എന്നെ കണ്ടസ്റ്റൻ്റ് ആക്കുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ അതാക്കിയില്ല. അപ്പം ജിൻഡപ്പൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കാരണം അവനൊരു ഗെയിമറാണ്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാനും ഗെയിം കളിക്കും, അതവൻ നോക്കുന്നില്ല. ഞാനൊരു എതിരാളി ആവൂ അല്ലെങ്കിൽ ഞാനൊരു ഗെയിമർ, ഒരാൾ പോണതാണല്ലോ എല്ലാവർക്കും താല്പര്യം. അപ്പോൾ അതും നല്ല ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരാള്, അയാൾ എപ്പോഴും പുറത്ത് നിൽക്കുന്നതാണ് സേഫ് എന്ന് വിചാരിക്കുന്ന, അവിടെയാണ് ജിൻഡോന്റെ വിജയം. ജിൻഡോ അവിടെ പറഞ്ഞത് രതീഷേട്ടനെ ഇവിടെ നിർത്തണം. ചിലപ്പോൾ രതീഷേട്ടനെ വിളിക്കും, ചിലപ്പോൾ രതീഷേട്ടനെ വിളിക്കും, ചിലപ്പോൾ ഡാദ് വിളിക്കും, അങ്ങനെയാണ്. അപ്പോൾ രതീഷേട്ടനെ ഇവിടെ നിർത്തണം എന്നാണ് ജിൻഡോ പറഞ്ഞത്. അതാണ് നല്ല ഗെയിമറിന്റെ ലക്ഷണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവന് അവിടെ കളിക്കാൻ ആൾക്കാർ വേണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ലൊരു ഗെയിമറുടെ ലക്ഷണമാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അല്ല അവൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞത് രതീഷേട്ടൻ അവിടെ നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മനസ്സൊന്ന് ആലോചിക്കും, ഞാൻ അന്തസ്സായിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ അത് എനിക്ക് പ്രശ്നം, അങ്ങനെയൊന്നും ജിൻഡോ നോക്കിയിട്ടില്ല. അതാണ് ജിൻഡോ നല്ല മനസ്സുള്ള ഒരാളാണ്. ജിൻഡോ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. നമ്മൾ ചങ്ക് പറിച്ചു തരാൻ പറഞ്ഞാൽ അതുപോലും പറിച്ചു തരുന്ന കൂട്ടുകാരനാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാനിത് നേരിട്ട് കണ്ട അനുഭവമാണ്. കാരണം ഈ ഒരാഴ്ച കൊണ്ടുള്ള ബന്ധമാണ്. പക്ഷെ ഇപ്പൊ രണ്ടാമത് പോയിട്ടും എനിക്ക് ഭക്ഷണം വായിൽ ഊട്ടി തരിക. പിന്നെ ഈ ഭക്ഷണം അവിടെ റേഷനാണ്, മുട്ട പുഴുങ്ങിയത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ചിക്കൻ പീസൊക്കെ ആണെങ്കിൽ 1 പീസ് 2 പീസൊക്കെ ഉണ്ടാവുള്ളൂ, അവൻ അതെടുത്ത് എനിക്ക് തരും. അവൻ മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് എനിക്ക് തരും. അപ്പൊ ഞാൻ വേണ്ടെന്ന് പറയും. അവന്റെ അത്രയും വലിയ ശരീരമാണ്, പക്ഷെ അവന് അത്രയും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ എന്റെ ജിൻഡപ്പൻ എനിക്ക് എല്ലാം പറഞ്ഞു വന്നത് ജാസ്മിനായിട്ടുള്ള ജാസ്മിനെ ഞാനൊരു ഇക്കാക്കാന്ന് വിളിക്കുക തന്നെ. ഞങ്ങൾ ഭയങ്കര അട്ടാറ് തല്ലൂട്ടം നടന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ. ജാസ്മിൻ എന്നെ അങ്ങനെ പറയാറുണ്ട്, ഞാൻ തിരിച്ചും പറയാറുണ്ട്. പക്ഷെ ഞാൻ ജാസ്മിനോട് തിരിച്ച് പറയാറുള്ളത് ദേഷ്യപ്പെട്ടിട്ടല്ല, ആടോ ഞാൻ തന്റെ ആങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ താൻ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കൊക്കെ കൂടാറുണ്ട്. എന്നാലും കുറെ കഴിയുമ്പോൾ ഇക്കാക്കാന്ന് വിളിച്ചിട്ട് വരും. അപ്പൊ നമ്മുടെ മനസ്സറിയും ജാസ്മിനായിട്ട് നല്ലത്. പിന്നെ രണ്ടാമത് ചെന്നപ്പോൾ ജാസ്മിനെ എന്നോട് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു വിരോധം കാര്യം, അത് ഞാൻ അവർക്ക് നല്ലതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക, ഞാൻ രണ്ടാമത് ഗസ്റ്റായിട്ട് പോകുമ്പോൾ എനിക്ക് പുറത്തത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ
കണ്ട കാര്യങ്ങൾ. അപ്പം ഞാൻ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയ അപ്പം മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്കത് വലിയതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നീരസം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അവർക്ക് നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അവൾക്ക് എന്നെ ആ ഒരു ബന്ധം, ഇക്കാക്കാന്നുള്ള ബന്ധം ഇപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും ഓക്കെ. ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അവർ വിളിച്ചാൽ ഞാൻ പോകും. ഓക്കെ, രതീഷേട്ടൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും വിഷമിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും വിഷമിപ്പിച്ചിട്ടുള്ള സംഭവം അതിപ്പോൾ ഞാൻ എങ്ങനെ പറയാം, അത് ഈ ഭക്ഷണം നിഷേധിച്ച ഒരു ഇതില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു സംഭവമാണ്. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്, അതൊന്നും ഞാൻ എടുത്തിടാൻ തയ്യാറല്ല. ഭക്ഷണം നമ്മൾ ആരുടെയും നിഷേധിക്കാൻ പാടില്ല. ഇപ്പൊ ഈ പവർ റൂം ശരിക്കും ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. പവർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പവർ റൂം അതിൽ ഇപ്പോൾ ഗെയിം തിരിക്കാൻ ഏറ്റവും വലിയൊരു പവറാണ് പവർ റൂം എന്നുള്ളത്. പക്ഷെ അത് ഇപ്പോഴും അവർക്ക് ഒരു പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ ആൾക്കാർ പവർ റൂമിൽ കയറിയപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ വർക്ക് ചെയ്തിരുന്നു. ആ സെക്ഷൻ എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു. ആ ഒരു പവർ റൂം ആ ഒരു ആഴ്ച ഞാനും ആസ്വദിച്ച് കണ്ട ഒരാളാണ്. കാരണം പവർ അങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് ഞാനും പറഞ്ഞ ഒരാളാണ്. പിന്നെ ആരും അങ്ങനെ പവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പവർ ശരിക്കും യൂസ് ചെയ്യേണ്ട, ഭക്ഷണം നിഷേധിക്കാൻ എന്താ. അപ്പം ഞാൻ അക്ഷരയുടെ ഭക്ഷണം നിഷേധിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ റേഷനാ. അക്ഷരയ്ക്ക് വിശക്കുമ്പോൾ അക്ഷര ചെന്നിട്ട് ഭക്ഷണം കഴിക്കും. വിശക്കുമ്പോഴല്ലേ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭക്ഷണം നിഷേധിച്ചപ്പോൾ എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം ഇപ്പം ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കണ കാരണമാണ് എനിക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായത്. പക്ഷെ ഗെയിമിന്റെ ഒരു ഇതിൽ പോയി. ജിൻഡോ ചേട്ടൻ അല്ലാണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെയില്ല, എല്ലാവരും എനിക്ക് ഒരേപോലെ. അതായത് ജിൻഡോ എനിക്ക് കുറച്ച് എൻ്റെ ഇവിടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ചേർന്ന് കിടക്കുന്ന ഒരാളാണ് ജിൻഡോ. മറ്റുള്ള എല്ലാവരും ഒരേപോലെയാണ്. നമ്മുടെ റോക്കിയുടെയും സിജോന്റെയും ഒരു വിഷു ഉണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് രതീഷേട്ടൻ അല്ല, അതൊക്കെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് പോയതാണ്. അതിപ്പോ നമ്മള് ഏറ്റവും അക്ഷര ഇപ്പോൾ ഇത് ഉണ്ടാവണേലും മുന്നേ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ ഫിസിക്കൽ അസൾട്ട് എന്താണ്? നമ്മുടെ റിയാസിന്റെ അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. റിയാസിന്റെ ഒന്നും അല്ല, ഞാൻ പേരെടുത്ത് പറയാതെ നമ്മളൊക്കെ കണ്ട ഫിസിക്കൽ അസൾട്ട് എന്താ? ഉദ്ദേശമൊന്നും മനസ്സിലായിട്ടില്ല, എനിക്കറിയാതെ വെറുതെ പറയാ. ഉദ്ദേശം മനസ്സിലായിട്ടില്ല കേട്ടോ, വെറുതെ പറയാം. ഒരു തള്ളൽ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫിസിക്കൽ അസാൾട്ട് അല്ലേ? അതായത് ഞാൻ കണ്ടിട്ടുള്ളത് ബിഗ് ബോസ് ഹൗസിൽ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ തള്ളലാണ്. പക്ഷെ തള്ളലൊന്നും ഒന്നുമല്ല. ഇപ്പോഴാണ് മനസ്സിലായത് ശരിക്കുള്ള ഫിസിക്കൽ അസാൾട്ട് ശരിക്കും ആ വീഡിയോ എനിക്ക് കിട്ടേണ്ടതാ. ഞാനാണ് ഏറ്റവും കൂടുതൽ റോക്കിയിട്ട് തല്ലുകൂടിയിട്ടുള്ളത്. എന്റെ മൂക്കുമ്പോ ടച്ച് ചെയ്ത് ഞങ്ങള് തല്ലുകൂടിയിട്ടുണ്ട്. ഞാനും റോക്കിയും കൂട്ടിയിട്ട് മൂക്കില്ലേ, മൂക്ക് ടച്ച് ചെയ്ത് ഞങ്ങൾ തല്ലുകൂടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ പറഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ കുഞ്ഞിക്കൂന്റെ അവസ്ഥയാണ്. ഭാഗ്യമൊന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. അടിക്കാനൊന്നും പാടില്ല. അതിപ്പോ റോക്കിയുടെ കയ്യിൽ നിന്നും പോയി. സിജോ പ്രൊവോക്കിംഗ് രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സിജോ വിചാരിച്ചിട്ടുണ്ടാവും ഒരു തള്ളലായിരിക്കാം ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഞാൻ അടക്കമുള്ള ആൾക്കാർ അങ്ങനെ ഇപ്പൊ ഞാൻ റോക്കിയായിട്ട് ഇങ്ങനെ അടി കൂടുമ്പോഴോ ഞങ്ങൾ വാക്ക് തർക്കം ഉണ്ടാകുമ്പോൾ മൂക്കും കൂടിയിട്ട് ടച്ച് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ തല്ല് കൂടുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഫിസിക്കൽ അസാൾട്ട് തള്ളലാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് കൂടി വന്നാൽ ഒരു തള്ളല്, ഇടിയൊക്കെ ആണെങ്കിൽ 7 എഴുതിക്കാൻ പോവില്ല. അതെ, വെറുതെ ഇടി പിടിക്കേണ്ട കാര്യം. ഞങ്ങള് കൈ ബാക്കിൽ കെട്ടിയിട്ടാണ്. അപ്പൊ ഞാനായാലും തല്ലൂട് അങ്ങനെ കൈ ബാക്ക് അവനോ അതെ കേട്ടോ, റോക്കി അതെ. പക്ഷെ റോക്കിക്ക് അറിയാം ഞാൻ ഗെയിം കളിക്കണതാണ്, റോക്കി ഗെയിം കളിക്കണതാണ്. സിജോന് അറിയാം നമ്മളൊക്കെ ഗെയിം കളിക്കണമെന്ന് അറിയാം. സിജോ വിചാരിച്ചിട്ടുണ്ടാവുക പ്രവോക്ക് ചെയ്യുമ്പോൾ ബാക്കിൽ തുടരുതെന്ന് പറയുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഒരു തള്ളലുണ്ടാവാതിരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയതാണ്, 2 കൂട്ടരും കയ്യിൽ നിന്ന് പോയി. അതങ്ങനെ കഴിഞ്ഞുപോയി. അവിടെ രതീഷേട്ടന് ചൊറിയൻ, തരികിട, കോമാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല അവാർഡുകൾ അവർ തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഉള്ളിലത്തെ. അപ്പൊ ആ സമയത്ത് എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് സന്തോഷം ഭയങ്കര. അവാർഡ് തരല്ലേ, ലാലേട്ടനല്ലേ വിളിച്ചു തരുന്നത്. ഞാൻ ജീവിതത്തിലെ അവാർഡല്ല അത് ടിവിയിൽ ഞാൻ കാട്ടിക്കൂട്ടിട്ട് അവാർഡാ. അത് ഞാൻ കാട്ടിക്കൂട്ടി തന്നെയാണ്. ഞാൻ നല്ലൊരു ചൊറിയൻ തന്നെയായിരുന്നു, അതെനിക്കറിയാം. അപ്പൊ എനിക്ക് ചൊറിയന്റെ അവാർഡ് കിട്ടി. സന്തോഷം, ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് ബിഗ് ബോസിന്റെ ഒരു അവാർഡ് കിട്ടല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കോമാളിത്തരം ഒരുപാട് കാണിച്ചിട്ടുണ്ട്, ആ അവാർഡ് എനിക്ക് കിട്ടി. അവാർഡ് രൂപേണ കിട്ടി. തരികിടത്തരം കാണിച്ചിട്ടുണ്ട് ഞാൻ, അപ്പൊ അതും കിട്ടി എനിക്ക്. അപ്പൊ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം അതെന്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു അവാർഡല്ല. ജീവിതത്തിൽ എനിക്ക് എന്റെ നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ താൻ നേരത്തെ പറഞ്ഞില്ലേ, രതീഷ് അങ്ങനെയല്ല. രതീഷ് നല്ല സ്വഭാവമുള്ള ഒരാളാണ്, ഒരു തരികിടയല്ല, കോമാളിയല്ല, അല്ലെങ്കിൽ രതീഷ് ഒരു ചൊറിയനല്ല. രതീഷ് എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരെയും ചേർത്ത്
നടക്കുന്ന ഒരാളാണ്. എല്ലാവരും ഹൃദയത്തോടു കൂടി ചേർത്ത് നടക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പ്രശ്നങ്ങൾക്ക് ഞാൻ പോകാറില്ല. അപ്പോൾ ജീവിതത്തിൽ എനിക്ക് നാട്ടുകാരും വീട്ടുകാരൊക്കെ ഒരു നല്ല പേര് എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല പേര് ഉണ്ടാക്കാൻ വേണ്ടി പോയവനല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്തോ അത് ഞാൻ നടത്തിയിട്ടുണ്ട്. അതിനുള്ള അവാർഡൊക്കെ എനിക്ക് കിട്ടും ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, നമ്മുടെ ബിഗ് ബോസ് ശരിക്കും പറഞ്ഞ ഒരു ലൈവ് ഷോ ആണെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ഒരു എഡിറ്റഡ് വേർഷൻ ആണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അതിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല. അത് എൻ്റെ മോശം ആൾക്കാരോട് ചോദിക്കണം, ഏഷ്യാനോട് ചോദിക്കണം. അത് ഒരു ആളുടെ അടുത്തേക്ക് ഒരു ഫേവറിറ്റിസം കാണിക്കുന്ന പോലെ അതൊക്കെ പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ഞാൻ പറയട്ടെ, ഈ 19 പേരും ഏഷ്യാനെറ്റിനോ അല്ലെങ്കിൽ ബിഗ് ബോസിനോ എൻ്റെ മോൾ ഷൈനോ ഒരേപോലെയാണ്. അങ്ങനെ ഒരു ഫേവറിസം കാണിക്കാനൊന്നും പറ്റില്ല. ജനങ്ങള് മണ്ടന്മാരൊന്നും അല്ലല്ലോ, അല്ലേ? ഒരാളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ അത് കണ്ടന്റ് എവിടെയുണ്ടോ അവിടെ ഫോക്കസ് ചെയ്യും. കണ്ടന്റ് എവിടെയുണ്ടോ അവിടെ ഫോക്കസ് ചെയ്യും. ഇപ്പൊ അക്ഷര ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കയറിയിട്ട് അക്ഷരം മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവാർഡ് സിനിമ പോലെ ആവില്ലേ? അപ്പൊ അക്ഷരനെ കയറിയിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റൂ? എന്നിട്ട് അക്ഷര പറയാണ് എന്നെന്താ ഫോക്കസ് ചെയ്യാതിരുന്ന പറഞ്ഞാൽ അക്ഷരം എന്തെങ്കിലും ചെയ്തല്ലേ ചങ്ങാതി ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അക്ഷര അവിടെ ആരാ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ ഞാനാ അക്ഷര എന്ന് പറയുള്ളൂ. അത് ഫോക്കസ് ചെയ്യണേ. അത് ആരായാലും ഫോക്കസ് ചെയ്യും, ഞാനായാലും ഫോക്കസ് ചെയ്യില്ല. കണ്ടന്റ് ഉണ്ടോ ഫോക്കസ് ചെയ്യും. ആദ്യത്തെ ഒരാഴ്ച ഫുള്ള് ഞാനായിരുന്നല്ലേ പറഞ്ഞത്. അതെന്താണ്? കണ്ടന്റ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അവിടെയുള്ള എല്ലാവരും നമ്മളെ കുറിച്ച് സംസാരിക്കണം. ഇവർക്ക് വേറെ അത് കാർഡടിച്ച് വെടിവെക്കാന്ന് പറയും. അതായത് ഇവർക്ക് വേറെ ട്രാക്ക് പിടിക്കാൻ നമ്മൾ സമ്മതിക്കണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ 18 പേരെ ശത്രുക്കളാക്കി. 18 ശത്രുക്കളായിട്ട് ഏത് മൂല്യം വേറെ ട്രാക്ക് ബിബിക്കാര് പിടിക്കാൻ പോകുമ്പോ അവിടെ രതീഷ് അവനിട്ടല്ല സാധനം അറിയാവൻ. അപ്പൊ വേറെ ട്രാക്ക് പിടിക്കാൻ പോകുമ്പോ അവിടെ എന്നെ പറ്റി കുറ്റം പറയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ പറ്റി കുറ്റം പറഞ്ഞോട്ടെ. രതീഷ് എന്നുള്ള പേര് കേൾക്കുക. അതേപോലെ കളിക്കണം. അപ്പൊ ഫേവറിസം കാണിക്കില്ല. ശ്രീരേഖ ചേച്ചി തന്നെ അതിന്റെ ഇടയിൽ പറയുണ്ടായിരുന്നു രതീഷയുടെ ഒരു കണ്ടന്റ് കിങ് ആണെന്നുള്ളത്. അപ്പൊ അവർക്ക് തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു ചേട്ടനിലേക്ക് ഇത് വല്ലതുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അല്ല, അവരാണല്ലോ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഞാൻ കാരണം ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അത് അവർക്ക് അറിയുന്നില്ല. അതൊക്കെ എനിക്ക് പ്രമോഷനാണ്. ഞാൻ എന്റെ പേരൊക്കെ എഴുതി വെച്ചപ്പോ സന്തോഷിക്കുക. അതെ, രതീഷത്തെ എഴുതി വെച്ച ദൈവമേ ബിഗ് ബോസ് സീസൺ 6 എന്റെ പേര് വെച്ചിട്ട് ഞാൻ കാരണം കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ അത് പുറമെ എങ്ങനെ പോകുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താ വെച്ചാൽ ഞാനൊരു പ്രേക്ഷകനായിട്ട് ഇരുന്ന ഒരാളാണ്. അപ്പൊ ഞാനവിടെ ചേച്ചി ഞാൻ കുറ്റം പറയണതല്ല കേട്ടോ. ശ്രീരേഖ ചേച്ചി അവിടെ എഴുതി വെക്കുമ്പോ രതീഷ് കാരണം ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന് അവര് പാവം അവരത് എനിക്ക് നെഗറ്റീവായിട്ട് പറയണതാ. പക്ഷെ എന്റെ മനസ്സിലുണ്ട് ഇവരെന്തിനാ എന്നെ ഇങ്ങനെ പൂഴ്ത്തുന്നു. പക്ഷെ കണ്ട ഞങ്ങൾക്ക് അങ്ങനെ അത് ആർക്കായാലും അങ്ങനെയല്ലേ തോന്നുക. പക്ഷെ റോക്കിക്ക് അത് മനസ്സിലായി. റോക്കി അപ്പൊ തന്നെ പറഞ്ഞു നിങ്ങൾ അവനെ പൂഴ്ത്തുന്ന പോലെയാണെന്ന് തോന്നുന്നത് റോക്കി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്കെന്താ കുഴപ്പം, അവര് പറയട്ടെ, ചേച്ചി പറഞ്ഞോ ചേച്ചി ഇതാണ് ഞാൻ. രതീഷേട്ടൻ സൈലന്റ് ആയിരിക്കണ കണ്ടൊരു നിമിഷം അതാണ് ശരിക്കും പറഞ്ഞ. ചേച്ചി പറയുമ്പോ രതീഷേട്ടൻ ഇങ്ങനെ റോക്കി പറഞ്ഞ അവരുടെ അഭിപ്രായം അവർക്ക് പറയണ്ടേ. ചേച്ചി പറഞ്ഞു. അപ്പൊ ചേച്ചി ആഴ്ചരി രതീഷ് കാരണം ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ഉണ്ടല്ലോ എന്റെ മനസ്സിൽ മ്യൂസിക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇവർക്കത് മനസ്സിലാവുന്നില്ല. ഇവര് രതീഷ് എന്നിട്ട് എന്നെ പിടിച്ച് പുറത്തേക്കാക്കി. എന്നെ പിടിച്ച് പുറത്തേക്കാക്കി ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആള് ഞാനാ. അല്ലെ, പുറത്തേക്ക് ആക്കുമ്പോ എന്താ എല്ലാവർക്കും സങ്കടമല്ലേ വരിക. എനിക്ക് സന്തോഷം വരുന്നത്. ഒന്നാമത്തെ കാര്യം ഒരു 10 മിനിറ്റ് എനിക്ക് മിണ്ടാതിരിക്കാം. കാരണം പുറത്തേക്ക് ആക്കിയിട്ട് ഇവര് ഇവിടെ കിടന്നിട്ട് ഇതാക്കുക. അപ്പൊ 10 മിനിറ്റ് സ്ട്രെയിനില്ലാതെ മിണ്ടാതിരിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഫുൾ അടിമയം അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും ആകെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ മനസ്സിൽ ഇങ്ങനെ കൈ കെട്ടിട്ടോ സന്തോഷം, ഉദ്ദേശ കാര്യമൊക്കെ നടന്നു. പിന്നെന്താ വെച്ചാൽ സാധാരണ ജയിലിൽ പോകുമ്പോ എല്ലാവർക്കും ഒരു നമുക്ക് സങ്കടം ഉണ്ടാവുക. എന്നെയും ജിൻഡോനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായത്. ജിൻഡോന്റെ വഴിക്ക് ഗെയിം കളിക്കും, ഞാൻ എന്റെ വഴിക്ക് ഗെയിം കളിക്കും. ഞങ്ങള് രണ്ടുപേരും ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ ജിൻഡോന്റെ വേറെ തരത്തിലുള്ള ഗെയിമാ, എന്റെ വേറെ തരം ഗെയിമാ. ജയിലിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും. എല്ലാ ആഴ്ചയും എനിക്ക് ജയിലിൽ വരുന്നുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും എനിക്ക് നോമിനേഷൻ വരുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരാഴ്ചത്തെ ഈ സ്ട്രെസ്സും അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ജയിലിൽ ഒരു സമാധാനമാണ്. പക്ഷെ ജയിലിൽ വലിയ ടാസ്ക് ഒക്കെ നമുക്ക് തരില്ലേ? കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. നല്ല രസമല്ലേ അത്. ഞാനതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിൻഡോന്റെ വിരലിന്റെ ഉള്ളിലൊക്കെ പൊട്ടി, എൻ്റെ അതേ വിരല്. പക്ഷെ ഞാൻ എന്നിട്ട് അവസാനം എന്ന് പറയും, ഞാൻ ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ഈ വെളുത്തുള്ളി കൈ കൊണ്ട് പിച്ചി പൊളിക്കുക എന്നിട്ട് അരക്കണം. അപ്പൊ ഞാനിത് നിസ്സാരാന്നല്ല, നമ്മളൊരു പണിയും ചെയ്യാറില്ല വീട്ടിൽ. അപ്പൊ ഇത് നിസ്സാരല്ല വെച്ചിട്ട് ഞാൻ തോലി ഇതൊക്കെ. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, ഇതാ ഞാൻ അവിടെ ഹോട്ടൽ നടത്തിയിരുന്ന ആളാ, നിനക്ക് അറിയാത്ത കാരണം ഞാൻ പോടാ പറഞ്ഞിട്ട് ഞാൻ അവിടെ പൊളിക്കാൻ കുറച്ച് കഴിയുമ്പോ ജിൻഡോ ഇത് ശരിയല്ലല്ലോ ജിൻഡപ്പ, ഇത് കുഴപ്പമില്ല, അതല്ല ഞാൻ എന്റെ അടുത്ത് പൊട്ടാ പറഞ്ഞത്. അതല്ല ഞാനും പൊട്ടാ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക.
അവസാനം ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഞങ്ങൾ പരാജയപ്പെട്ട് ഞാൻ പറഞ്ഞു, ജിൻഡോ നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ ചെയ്യണം ജിൻഡപ്പ, നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഇതാക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഹ്യൂമർ ട്രാക്ക് അങ്ങനെ പിടിച്ച് പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ നേരത്തെ എണീറ്റു, ഒരു 5 മണി 6 മണിക്ക് എണീറ്റുണ്ടാവും. സമയം അറിയില്ല, അവിടെ നമ്മൾ ഊഹം പറയുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് പൊളിക്കണ്ടേ. അപ്പോഴാണ് നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് വേദനിച്ചാൽ എങ്ങനെ കുറുക്ക് വഴിയിൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചപ്പോൾ ഈ തൊലിയൊക്കെ മെല്ലെ നടന്നു പോന്നു. എന്നിട്ട് ഞങ്ങൾ അരച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചു. അപ്പൊ അതൊക്കെ ഒരു രസമാണത്. ജയില് നല്ല രസമായിരുന്നു. ഞങ്ങൾ ജയിലിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല പേരുണ്ടായത് ജയിലിലാന്ന് തോന്നുന്നുണ്ട്. സാധാരണ ജയിലിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതെ, പക്ഷെ ജയിലിലാണ് ഫുൾ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതില് ഉറുമ്പിനൊക്കെ കളിപ്പിക്കലുണ്ടായിരുന്നു. അപ്പൊ ജിൻഡോ ആണ് പറഞ്ഞ കുറെ ഉറുമ്പുകൾ ഇങ്ങനെ വരിവരായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ജിൻഡപ്പൻ അത് ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് ടീമുകാരെ ഇറക്കി പറഞ്ഞു നമ്മളെ കടിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ശരിക്കും ചെറിയ കുട്ടികൾ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ബിഗ് ബോസ് ടീം ഇറക്കി വിട്ടതല്ലേ, നമുക്കൊരു ഉറുമ്പിനെ പിടിച്ച് സോപ്പ് ഇടാം, നമുക്ക് സോപ്പ് ഇട്ട് തിരിച്ച് കയറ്റി വിടാം, അപ്പൊ അവരെ കടിച്ചോളൂ. എന്നിട്ട് ഉറുമ്പിനെ വെച്ചിട്ട് ശരിക്കും ഒരു ചില്ലറ പൈസ പോയ പോലെ തുത്തരു എന്താ കുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു. ഞാനത് എൻജോയ് ചെയ്യാറുള്ളത്. ബിഗ് ബോസ് മറ്റേ ഉറുമ്പിനെ കാര്യം തുത്തുരുടാ എന്താ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കൊടുത്തേ ജിൻഡോ മാമൻ എന്ന് പറഞ്ഞിട്ട് അത് ഇതില് വന്നിട്ടുണ്ടായിരുന്നു. ജിൻഡോ മാമൻ അതൊക്കെ ഉള്ളതാണ്, അതൊക്കെ ആ സമയത്ത് ഉണ്ടായി പോകുന്നതാണ്. അങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ശബ്ദം ഞാൻ കേട്ടത്, രതീഷ് പുറത്തായിരിക്കും. അപ്പൊ തന്നെ പെട്ടി കിടക്കുന്നത് ഞാൻ തോന്നുന്നു. നമ്മുടെ അൻസിബ എവിക്റ്റ് ആയത് ഭയങ്കര അൺഫെയർ ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പൊ രതീഷേന്റെ ഒരു അഭിപ്രായം എന്താ? എനിക്ക് അങ്ങനെ വലിയ അൻസിബ ഇപ്പൊ ആദ്യമൊക്കെ കളിച്ചിരുന്നു. അൻസിബ ആദ്യമൊക്കെ അവസാന സമയങ്ങളിലാണ് കളിച്ചിരുന്നത്. അപ്പൊ അൺഫെയർ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ എല്ലാവരും ഇപ്പൊ നല്ല കളിക്കാർ വരുമ്പോൾ അൺഫെയർ എന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ എന്റെ അങ്ങനെ അൺഫെയർ എന്ന് പറഞ്ഞിരുന്നു. അൻസിബ അവസാന ദിവസങ്ങളിൽ നന്നായിട്ട് കളിച്ചിരുന്നു, അതും അൺഫെയർ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, അതൊക്കെ ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് ബിഗ് ബോസ് ഷോ. ബിഗ് ബോസ് ഷോ നമ്മൾ വിചാരിക്കുന്നിടത്തല്ല പോകുന്നത്. ഒരു കാര്യമില്ല. കാരണം എന്താ പറയുക, ഇപ്പൊ എന്റെ എവിക്ഷൻ അൺപ്രഡിക്റ്റബിൾ ആണ്, ആരും വിചാരിച്ചിട്ടില്ല, എല്ലാവരും ഞെട്ടിപ്പോയി. ഇപ്പോൾ അവസാന ദിവസങ്ങളിൽ അൻസിബ ആദ്യമൊക്കെ വളരെ സൈലന്റ് ആയിരുന്നു. അവസാനത്തെ ഒരാഴ്ചയാന്ന് തോന്നുന്നുണ്ട് നന്നായിട്ട് കളിക്കാൻ തുടങ്ങിയത്. അപ്പം അൻസിബ അങ്ങനെ ഒരു ഫയറിലേക്ക് വന്നുകൊണ്ടിരിക്കും, അൻസിബയും പോയി. അതാണ് അൺപ്രഡിക്റ്റബിൾ ആണ്. പ്രേക്ഷകർ വിചാരിക്കുന്നിടത്തല്ല ബിഗ് ബോസ് പോകുന്നത്. അതാണ് ഈ മാറ്റിപ്പിടിക്കുന്നതെന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കേണ്ടത്. ഇത്തവണത്തെ മാറ്റിപ്പിടിക്കൽ അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ച പോലെ അല്ല ഗെയിം പോകുന്നത് വേറെ ഏതൊക്കെയോ തലത്തിലേക്ക് പോകും. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ അൻസിബ ഔട്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല, ഔട്ടായി. ഞാൻ ഔട്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല, ഔട്ടായി. അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അത് ബിഗ് ബോസ് ഒരു മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായിട്ട് വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകണം. ഇപ്പൊ ഫസ്റ്റ് വീക്കിൽ രതീഷേട്ടൻ എവിക്റ്റ് ആയല്ലോ. രതീഷേട്ടന് പകരം എവിക്റ്റ് ആവാനായിട്ട് അന്ന് സാധ്യത ഉണ്ടായിരുന്ന മറ്റൊരാൾ ആരായിരിക്കും? ഞാൻ ഉണ്ടായല്ലോ, അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ലേ. ഞാനും പേരെടുത്ത് പറയുന്നില്ല. അതെ, അതാണ് നിങ്ങൾ വിചാരിക്കുന്ന. ഞാനത് ഏഷ്യാനെറ്റിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ക്ലിപ്പിങ്സ് അതായത് ചെറിയൊരു ഇന്റർവ്യൂ പോലെ ഉണ്ട്. നമ്മൾ എവിക്റ്റ് ആയി കഴിഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർവ്യൂ സെക്ഷൻ ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഞാൻ വിചാരിച്ചത് ഇന്ന ആള് പോവും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അങ്ങനെയല്ല, ഞാനാണ് പോയതെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റിന്റെ ഒരു ഇതാണ്, എവിക്റ്റായി പോന്നിട്ട് ഒരു 5 മിനിറ്റ് ലാലേട്ടൻ്റെ അടുത്ത് നമ്മൾ പോന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷൻ ഇതാ, നമ്മൾ ക്യാമറയിൽ നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും, അതാണ് സെക്ഷൻ. ആ സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ആളാണ് എവിക്റ്റായി പോണേന്ന്. ഇപ്പൊ വീണ്ടും അത് പറയണ്ട. രതീഷേട്ടൻ അന്ന് ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയല്ലോ, ക്വിറ്റ് ചെയ്യാൻ പോവാണ്. അത് മനഃപൂർവ്വം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്തൊരു കാര്യമാണ്. പ്രമോല് വരണം, പിന്നെ ആൾക്കാരൊക്കെ മുൾമുളയിൽ നിൽക്കണം, പിന്നെ എന്നെ തന്നെ മുൾമുനയിൽ നിർത്തിയ പോലെ തോന്നലുണ്ടോ? അല്ല, ഉള്ളിലുള്ള ആൾക്കാരല്ല, ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കളിക്കണ ആളാ. ഉള്ളിലുള്ള ആൾക്കാരൊക്കെ ഞാനത് ചിലപ്പോ ഷോ കാണിച്ചതാന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇന്നത്തെ പ്രമോല് ഞാൻ വരണം, അല്ലെങ്കിൽ ഇന്ന് പ്രേക്ഷകര് ഈ പ്രമോല് വന്നു കഴിഞ്ഞാൽ അയ്യോ രതീഷ് കിട്ടിയോ അങ്ങനെ മുൾമണിയിൽ ആൾക്കാരെ നിർത്തണം. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ട് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ടെലികാസ്റ്റിന് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം വന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അത് ചെയ്തു വന്നിട്ട് ഞാൻ ചെയ്തത് മുഴുവൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ എന്തൊക്കെ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനത് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പെട്ടിട്ട് ഇറങ്ങുമ്പോൾ എനിക്കറിയാം ഞാനത് ബിഗ് ബോസിൽ ഞാൻ തട്ടി. അത് തുറന്നിരുന്നെങ്കിൽ പോണ്ടി വരും. കാരണം കണ്ട ഷോ കളിച്ചിട്ട് ഞാൻ വലിയ. പക്ഷെ എന്റെ ധൈര്യം എന്താ അറിയോ, ധൈര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ
ബിഗ് ബോസ് അങ്ങനെയൊന്നും പുറത്തേക്ക് വിടില്ല. അതിന് കുറേ സിസ്റ്റം, കുറേ കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ആദ്യം ബിഗ് ബോസ് ക്യാമറയിൽ നോക്കിയിട്ട് എനിക്ക് കൺഫറൻസ് റൂമിലേക്ക് വരണം എന്ന് പറയണം. എന്നിട്ട് കൺഫറൻസ് റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് എനിക്ക് പുറത്തേക്ക് പോകണം എന്ന് പറയും. ബിഗ് ബോസ് നമ്മളെ കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കും. കൺവിൻസ് ചെയ്യിച്ചിട്ട് അതിൽ വീണില്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവരും. അവർ നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. എന്നിട്ട് വീണില്ല, ഞാൻ ഉറച്ച തീരുമാനത്തിലാണ് പുറത്തേക്ക് പോകുക. അങ്ങനെയൊക്കെയാണ് ഇത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ വിയറ്റ്നാം കോളനിയുടെ വാതിലടച്ച് ചെയ്യുന്ന അവസ്ഥ എന്തായിരിക്കും? പിന്നെ റാവുത്തർ വിചാരിക്കണം പുറത്തേക്ക് പോകണമെങ്കിൽ, അതേപോലെ ബിഗ് ബോസ് വിചാരിക്കണം പിന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ. നമ്മൾ വിചാരിച്ചാൽ പോരാൻ പറ്റില്ല. ആ ഒരു ധൈര്യമാണ് എനിക്ക്. ഞാൻ കൊട്ടിക്കഴിഞ്ഞാൽ തുറക്കില്ല എന്നുള്ള ധൈര്യമാണ് എനിക്ക്. പക്ഷെ മാറ്റി പിടിക്കലിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ തുറന്നിട്ട് രതീഷ് എന്നാ പൊക്കോ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗൊക്കെ എടുത്ത് ഞാൻ അപ്പോ പുറത്തേക്ക് പോകേണ്ടി പറഞ്ഞു. ഞാനപ്പോ മനസ്സിൽ പറയുന്നുണ്ട് ദൈവമേ തുറക്കാൻ. എന്നാ വേറെ കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞു കളിച്ചില്ല. അത് ഞാൻ ബിഗ് ബോസ് ഞാനിപ്പോ തട്ടൂട്ടാ ഷോ കാണിക്കണ്ട തുറക്കണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബിഗ് ബോസ് തുറക്കും. അപ്പൊ എനിക്ക് പോണ്ടി വരും. അപ്പൊ അത് ഞാൻ പറഞ്ഞു കളിച്ചില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഭഗവാനെ തുറക്കരുതേ ഷോ കാണിക്കാതെ പറഞ്ഞ് 2 തട്ട് തട്ടി, കൂടുതൽ തട്ടിയില്ല, 2 തട്ട്. എന്നിട്ട് പിന്നെ മറ്റേ സംഭവമാണ് അവിടെ ബിഗ് ബോസ് ഞാനാണ് കുറെ ഷോ ഇറങ്ങി. പക്ഷെ എനിക്കറിയാമായിരുന്നു, ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് വേറെയാ. ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത് ഈ 2 പെട്ടിയില്ലേ, ഈ 2 പെട്ടി കൊണ്ടിട്ട് പുറത്ത് ഒരു ചില്ലറ പൈസ പോയ പോലെ പോക്കുതിരേ നടക്കുതിരേ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഉരുട്ടി കളിക്കാന്നാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചേ ആ കളിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. പക്ഷെ ഇതൊക്കെ ടെലികാസ്റ്റിങ്ങിൽ വന്നിട്ടുണ്ട്. ഞാനത് കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ അന്ന് ആ സിറ്റുവേഷനിൽ എനിക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗ്ഗമില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ റൂമിൽ നിന്നിരിക്കുക, അപ്പൊ ഈ പിന്നാലെ വന്നിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞോണ്ട് എല്ലാവരും കൂടി 18 പേരെയും ശത്രുക്കളായിരുന്ന അവസ്ഥ ഭയങ്കര. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു കോൺവെർസേഷൻ നിർത്താൻ എനിക്ക് വേറൊരു വഴിയും കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ വലിയ സ്റ്റൈലിൽ ക്വിറ്റിംഗ് ദി ഷോ എന്ന് പറഞ്ഞിട്ട് ജയൻ സ്റ്റൈലിലൊക്കെ ഞാൻ പോയത്. പക്ഷെ രക്ഷപ്പെട്ടു വന്നത് വാല് ഓർന്നില്ല. അത് കാരണം ഇവിടെ ഇരുന്നു. അവിടെ കുറെ ജോലികൾ ചെയ്യാണ്ടല്ലോ, നമുക്ക് ക്ലീനിങ്ങും കിച്ചണിന്റെയും. അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ള ഒരു ജോലി ഏതാ? അല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. ഒരു ഒറ്റ ജോലിക്ക് മാത്രമല്ല, എല്ലാ ജോലിക്കും കഷ്ടപ്പാടുണ്ട്. ഈസി ആയിട്ടുള്ള ജോലി എനിക്ക് തോന്നിയത് പാത്രം കഴുകല. അതിലായിരുന്നു ഞാൻ. ഫ്ലോറിംഗ് ഒക്കെ കുറച്ച് ടഫാ. കിച്ചണില് മറ്റേ ഭക്ഷണം പാകം ചെയ്യലൊക്കെ നന്നാവണ്ടേ, എല്ലാം ഭംഗിയാവണ്ടേ. അപ്പൊ അതൊക്കെ കുറച്ചൊരു ഇതാണ്. ഫ്ലോർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഓരോ ഏരിയ ഇതാക്കിയിട്ട് എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ബെസൽ ടീമിലായിരുന്നു. എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എനിക്കതൊരു പാത്രം കഴുകലല്ലേ, വൃത്തിയായിട്ട് കഴുകണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതൊരു ഈസി ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പൊതുവേ നമ്മൾ ബിഗ് ബോസിലൊന്നും ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു എവിക്ഷൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ആൾക്കാരെ പേടിപ്പിച്ചാലും ഫസ്റ്റ് വീക്കിൽ പൊതുവെ പക്ഷെ ഉണ്ടായിട്ടുണ്ട്. എന്റെ വിചാരം അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടായിട്ടുണ്ട്. സീസൺ 4 ജാനകി എന്ന് പറഞ്ഞ അന്ന്. പക്ഷെ ജാനകി ഇത്രയും ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത്. അൺഫെയർ അല്ലേ ശരിക്കും ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു? അത് ഞാൻ എങ്ങനെ പറയും, നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് അൺഫെയർ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. അത് എന്റെ അടുത്ത് കുറെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു അൺഫെയർ എന്ന് വിളിച്ചു പറഞ്ഞു. കാരണം ഒരു വീക്കും കൂടി കിട്ടിയിട്ട് ഒരുപക്ഷെ പിന്നെ ഒരു വീക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതായിരിക്കില്ല ഗെയിം. ഇപ്പൊ കാണുന്ന BB6 ആയിരിക്കില്ല. ഞാനത് വേറെ കുറെ കാര്യം അവിടെ വെച്ചിട്ട് ഞാൻ അടുത്ത ആഴ്ച ഇന്നത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാനിങ് എത്രത്തോളം വർക്കൗട്ടാവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിക്കാനായിരുന്നു ഉദ്ദേശം. ആ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടൊക്കെ പോകാനുള്ളൊരു വഴികളൊക്കെ എനിക്കറിയാം. പക്ഷെ BB6 ഞാൻ വേറെ ലെവലിലേക്ക് ആക്കാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫയർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ആഴ്ച ഞാൻ ഈ വയലൻസേ അല്ല, ഞാൻ പക്ക വേറെ മൂഡ് പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഹ്യൂമർ ട്രാക്ക് എനിക്ക് സമയം കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഒരു വിരോധമില്ല. കാരണം എനിക്ക് എല്ലാം തന്നത് ബിഗ് ബോസ് ആണ്. അപ്പോൾ ഇപ്പോൾ 4 ആൾക്കാർ തിരിച്ചറിയുന്ന ബിഗ് ബോസ് കാരനാണ്. ഒരാഴ്ച കൊണ്ട് ഇത്രയും ഇമ്പാക്ട് കിട്ടിയത് ബിഗ് ബോസ് കാരനാണ്. അവരത് ഞാൻ ചെയ്തതെല്ലാം ഒരാഴ്ച ടെലികാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ ടെലികാസ്റ്റ് ചെയ്തപ്പോഴല്ലേ നിങ്ങളെല്ലാവരും ഇത് കണ്ടത്. അപ്പോൾ എനിക്ക് ബിഗ് ബോസിനോട് നന്ദിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നിൽക്കാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതല്ല, ഞാൻ എവിക്റ്റായി പോകുന്നു വിചാരിച്ച ആളല്ല. ഞാൻ ലാലേട്ടൻ്റെ അടുത്തും പറഞ്ഞിരുന്നത്, ഗസ്റ്റായിട്ട് പോയപ്പോഴും ആ സമയത്ത് ഞാൻ വിചാരിച്ചതല്ല അത് എവിക്റ്റായി പോകുന്നു. പക്ഷേ എവിക്റ്റായി പോയി. എനിക്കൊരു സങ്കടവും ഇല്ല. കാരണം ഞാൻ അവിടെ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ജാസ്മിൻ്റെ ഒരു ഗെയിം ഗബ്രി ഉള്ള സമയത്തും ഗബ്രി ഇപ്പം ഔട്ടായതിനു ശേഷം എന്ത് ചേഞ്ചാ തോന്നുന്നത്? ജാസ്മിൻ അന്നും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, ഇന്നും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. അന്ന് ഗെയിം കളിച്ച രീതികൾ അത് കുറച്ച് നെഗറ്റീവായിട്ട് പോയി എന്ന് മാത്രം. അവരുടെ ആ ഒരു രീതികൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ, അതായത് ഞാൻ പറയില്ലേ, നമ്മൾ പുറമേയുള്ള പ്രേക്ഷകനെ കൂടി കണ്ടിട്ട് വേണം ഗെയിം കളിക്കാൻ. നമുക്കിപ്പോൾ ഒരു പുറമെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ ഈ ജാൻമൻ്റെ അടുത്ത് വഴക്കൂടുമ്പോഴും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കുമ്പോഴും
അത് നെഗറ്റീവായിട്ട് തന്നെയാണ് പോവുക എന്നുള്ളത് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ അത് നമ്മൾ അക്ഷരയായാലും അക്ഷരയ്ക്ക് ഏകദേശം അറിയാലോ, നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന അക്ഷരയ്ക്ക് ഇതെങ്ങനെയാണ് പോകുന്നത്. ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ള ലൈവ് പ്രോഗ്രാംസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് ലൈവ് പ്രോഗ്രാംസ്, ലൈവായിട്ട് ചാറ്റിങ്. അപ്പം അതിൽ പല രീതിയിലുള്ള ആൾക്കാർ കയറി വരും. ഒരു ദിവസം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് മറ്റേ എക്സിബിഷനിൽ ചെറിയൊരു ചാനലിന് വേണ്ടിയിട്ട് ഞാൻ എക്സിബിഷൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ സ്മോൾ അടിച്ചിട്ട് ഒരാൾ കയറി വന്നു. അപ്പോൾ ഞാനത് ഡീൽ ചെയ്ത രീതി വേറെ രീതി ഹ്യൂമറായിട്ട് ഡീൽ ചെയ്ത് അങ്ങനെ. അപ്പോൾ നമുക്കറിയാം പ്രേക്ഷകരുടെ ഒരു പൾസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ അറിയാൻ പറ്റും. അതേപോലെ പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കളിക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഗെയിം കളിക്കണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ 3 ദിവസം നെഗറ്റീവ് ഗെയിം കളി, അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു നെഗറ്റീവ് ഗെയിമാണ്. അവസാനത്തെ 2 ദിവസം എൻ്റെ ഗെയിം ഞാൻ മാറ്റി. ഞാനത് എന്നെ ഹേറ്റേഴ്സ് ആയിട്ട് ഇരിക്കുന്ന എൻ്റെ ആൾക്കാരെ മുഴുവൻ ഞാൻ മെല്ലെ മെല്ലെ ഫാൻസാക്കി മാറ്റിക്കൊണ്ടിരുന്നു. അവസാനത്തെ 2 ദിവസം കൊണ്ട് ഞാനത് ഫുൾഫിൽ ചെയ്തു. അതായത് എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വേറൊരാൾക്കാർ അത് തെറ്റാണ് അല്ലെങ്കിൽ തെറ്റിലേക്കാണ് അത് പോകുന്നത് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഗെയിം മാറ്റി കളിക്കാനുള്ളൊരു സെൻസ് നമുക്ക് വേണം. മനസ്സിലായോ? ഇല്ലേ? മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ നമുക്കത് മാറ്റി കളിക്കാനുള്ള ഒരു സെൻസ് നമുക്ക് വേണം. അത് മാറ്റി കളിക്കാത്ത കാരണമായിരിക്കാം അവർക്ക് കുറേ നെഗറ്റീവ്സ് വന്നത്. പക്ഷേ ഗബ്രി ഔട്ടായി പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗെയിം കളിക്കുന്നുണ്ട്. ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്, കളിക്കുന്നുണ്ട്. ജിൻഡപ്പൻ ഗംഭീര ഗെയിമറാണ്, ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് ജിൻഡപ്പൻ. നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു. അപ്പൊ ജിൻഡോ കണ്ടില്ലേ? ജിൻഡോന്റെ ഗെയിം കണ്ടില്ലേ? നല്ല പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞിട്ട് കളിക്കുന്നവളാണ്. പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജിൻഡോ പറയാറുണ്ട്. അതിപ്പോ അറിഞ്ഞിട്ടും പറയണമെന്നല്ല, അത് ജിൻഡോന്റെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജിൻഡോ അങ്ങനെ പ്രേക്ഷകരെ പൾസ് അറിഞ്ഞിട്ട് കളിക്കുന്നവരാണ് ജിൻഡോ. അതിനൊരു സെൻസ് ഉണ്ടാവണം. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ അവിടെ ടൈം കിട്ടാത്ത കാരണം എനിക്ക് പറഞ്ഞു തരാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല. ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരാഴ്ച ഞാൻ പുറത്തായില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ 100 ദിവസം ഉണ്ടാവും. എനിക്ക് ഉറപ്പാണ്. അപ്പോൾ കാരണം എൻ്റെ ഗെയിം ഞാൻ ചേഞ്ച് ചെയ്യും പിന്നത്തെ ആഴ്ച. പിന്നെ ഞാൻ ഈ 100 ദിവസം ഞാൻ അവിടെ നിൽക്കും എന്നുള്ള കാര്യം 100-ൽ 101 ഉറപ്പാണ്. കാരണം ഞാൻ എൻ്റെ ഗെയിം ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഹ്യൂമർ ട്രാക്ക് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വൈൽഡ് കാർഡ്സ് ഒക്കെ കയറി വരുമ്പോഴേ നമ്മൾ വൈൽഡ് കാർഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാനൊക്കെ അവിടെ ഉണ്ടെങ്കിൽ വൈൽഡ് കാർഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിയും. നമുക്ക് ചെറിയ ചെറിയ ഹിൻറ്റുകളൊക്കെ കിട്ടും വൈൽഡ് കാർഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിൽ എന്തെങ്കിലും നെഗറ്റീവ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി തിരിക്കാം. അപ്പോൾ അത് വൈൽഡ് കാർഡ് എൻട്രി വരുമ്പോൾ മുഴുവൻ വെട്ടി തുറന്ന് പറയുന്നല്ല, വെട്ടി തുറന്ന് പറയാൻ പാടില്ല, പുറത്തത്തെ കാര്യം പറയാൻ പാടില്ല എന്നാണ് പറയാം. പക്ഷെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ചെറിയൊരു ഹിന്റ് നമുക്ക് കിട്ടും. അപ്പൊ അത് പിടിച്ച് കയറാന്ന് പറഞ്ഞാൽ അത് പിടിച്ച് കയറല്ല, അത് നമുക്ക് മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഗെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മൈൻഡ് ഗെയിമറാണല്ലോ, അവിടെ എല്ലാവരും മൈൻഡ് ഗെയിമറാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് പറ്റുള്ളൂ ഗെയിം ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജാസ്മിനെ സംബന്ധിച്ചോളം അങ്ങനെ കുറേ ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വന്ന് വൈൽഡ് കാർഡൊക്കെ വന്നിട്ട് കുറേ ഹിന്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് ഗെയിം അതറിയില്ല, അത് എല്ലാവർക്കും അവരുടെ ഒരു ഗെയിമല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ഗെയിമിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ പോയി. പിന്നെയൊക്കെ എന്താ പ്രേക്ഷകരുടെ തീരുമാനമല്ലേ. ഗബ്രി ഔട്ടായി. ഇപ്പോൾ ജാസ്മിൻ്റെതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ജിൻഡോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. എല്ലാവരും ഗെയിമേഴ്സ് തന്നെ.